പല ബിസിനസ്സുകാർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എംപ്ലോയീസിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ലഭിക്കുന്നില്ല, എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അവരുടെ മുകളിൽ അപ്ലൈ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ അവരുടെ റോള് നമ്മൾ ചേഞ്ച് ചെയ്യും. രണ്ടാമത്തത് ഫയർ ദം, നമ്മൾ അവരെ ഫയർ ചെയ്യണം. മൂന്നാമത്തത് നമ്മൾ അവരെ മെന്റർ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അവരെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുതിയൊരു എംപ്ലോയിനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യും. അയാളുടെ പെർഫോമൻസിനെ ബെറ്റർ ആക്കാൻ നിങ്ങൾ 3rd ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അയാളെ നിങ്ങൾ മെന്റർ ചെയ്യണം. മെന്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ എന്താണ്, അയാളുടെ റോൾ എന്താണ്, അയാളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല രീതിയിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പക്ഷേ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയേക്കാം. അതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് നമ്മൾ ഹൈ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നു. അയാളുടെ പെർഫോമൻസ് ഇപ്പോൾ ലോ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ അയാളെ നമ്മൾ നിർബന്ധമായിട്ടും ഫയർ ചെയ്യണം. അപ്പം അയാളെ ഫയർ ചെയ്തെങ്കിൽ മാത്രമാണ് അയാളുടെ പെർഫോമൻസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക. അതുകൊണ്ട് ഓരോ തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിലെ സ്റ്റാഫിന്റെ പെർഫോമൻസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക.